ഇത് പേജ് നമ്പർ 41 ഒന്നാമത്തെ ക്വസ്റ്റൻ ആണ്. ഇൻ ഈച്ച് പിക്ചർ ബിലോ ദ സെൻട്രൽ ആംഗിൾ ഓഫ് എ സർക്കിൾ. ഒരു സർക്കിളിന്റെ സെൻട്രൽ ആംഗിൾ നമുക്ക് 100 ഇവിടെ തന്നിട്ടുണ്ട്. ദെൻ കാൽക്കുലേറ്റ് ദ ആംഗിൾ വിച്ച് ആർക്ക് മേക്ക് അറ്റ് ദ അതർ പോയിന്റ്സ്. ഈ രണ്ട് ആംഗിളും കണ്ടുപിടിക്കണം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പോയിന്റിന് നമുക്ക് എ എന്നും ഇത് ബി എന്നും കൊടുക്കാം, ഇത് സി, ഇത് ഡി. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങൾ നോക്കിയ മക്കളെ, ഈ രണ്ട് പോയിന്റിൽ നിന്ന് ജോയിൻ ചെയ്യുന്ന സെയിം ആർക്ക്, ഇത് കണ്ടോ, ഈ ആർക്ക് എ സി എന്ന് പറഞ്ഞ ആർക്കും ബി സി എന്ന് പറയുന്ന ആർക്കും ജോയിൻ ചെയ്യുന്ന പോയിന്റിലെ ആംഗിൾ സി, അതിന് സപ്പോസ് നമ്മൾ എക്സ് എന്ന് കൊടുത്തു. അപ്പൊ ഈ എക്സും ഈ 100ഉം തമ്മിലുള്ള റിലേഷൻ എന്നാ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആംഗിൾ മെയ്ഡ് ബൈ ജോയിനിങ് ദ ആർക്ക് ഓഫ് എ സർക്കിൾ അറ്റ് എനി പോയിന്റ് ഓൺ ദ ഓൾട്ടർനേറ്റ് ആർക്ക് ഈസ് ഹാഫ് ദ സെൻട്രൽ ആംഗിൾ എന്നാ പഠിച്ചേക്കണേ. അപ്പൊ ശരിക്കും നോക്കിക്കേ, ഈ സെയിം ഒരു എ ബി എന്ന് പറഞ്ഞ സെയിം പോയിന്റ്, ആ സെയിം പോയിന്റിൽ നിന്ന് സർക്കിളിലേക്ക് പോയേക്കണതാണ് എ സി എന്ന ആർക്കും പി സി എന്ന് പറയുന്ന ആർക്കും. അത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്ന പോയിന്റ് അല്ലേ ആംഗിൾ സി, അതായത് എക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ എക്സും ഈ 100ഉം തമ്മിലുള്ളത് എന്താണ്? ഈ എക്സിന്റെ സെൻട്രൽ ആംഗിൾ ആണ് 100 വരുന്നത്. അപ്പൊ ഈ ആംഗിളിന്റെ സെൻട്രൽ ആംഗിൾ എന്താണോ അതിന്റെ നേരെ ഹാഫ് ആയിരിക്കും എന്തെന്ന് പറയുന്നത്, ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? therefore ആംഗിൾ എക്സ് എന്ന് പറയുന്നത്, അതായത് ഈ ആംഗിൾ എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ്? ഈ സെൻട്രൽ ആംഗിളിന്റെ പകുതിയോട് ഈക്വൽ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 100 ഡിവൈഡഡ് ബൈ 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 50 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? നമുക്ക് 50 ഡിഗ്രി എന്ന് കിട്ടി. ഇനി നമുക്കറിയാം ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. എ ബി സി ഡി എന്ന് പറയുന്നത് ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. സൈക്ലിക് ക്വാഡ്രിലാറ്ററിന്റെ പ്രത്യേകത എന്താ? 4 വെർട്ടെക്സും എവിടെയായിരിക്കും? സർക്കിളിനകത്തായിരിക്കും അല്ലെ. അങ്ങനെയാണെങ്കിൽ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ എപ്പോഴും എന്തായിരിക്കും? സപ്ലിമെന്ററി ആയിരിക്കും. അപ്പൊ ഈ ഒരു ആംഗിള്, ഇവിടെ വന്നിരിക്കുന്ന ആംഗിൾ, ഇതിന് എക്സ് എന്ന് കൊടുത്താൽ ഈ ഒരു ആംഗിളിന് നമ്മൾ വൈ എന്ന് കൊടുത്താൽ ഈ ആംഗിൾ എക്സും ആംഗിൾ വൈയും കൂടെ കൂട്ടുന്നത് എപ്പോഴും എന്തിനോട് തുല്യമായിരിക്കും? 180 ആയിരിക്കില്ലേ. ഇവിടെ നമുക്ക് ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ 50 ഡിഗ്രി കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും? ഇത് എ ബി സി ഡി എന്ന് പറഞ്ഞൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ് അല്ലെ. അപ്പൊ എ ബി സി ഡി ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. അപ്പൊ നമുക്ക് ഏറ്റവും എളുപ്പം അതാണ് ക്വാഡ്രിലാറ്ററൽ. അപ്പൊ therefore നമുക്ക് എന്ത് പറയാൻ പറ്റും? സൈക്ലിക് ക്വാഡ്രിലാറ്ററിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ സപ്ലിമെന്ററി ആയിരിക്കും. അപ്പൊ ഈ ആംഗിൾ എക്സ് എന്ന് പറഞ്ഞ ആംഗിൾ 50 ഡിഗ്രി. അപ്പൊ ആംഗിൾ എക്സ് സമം 50 ഡിഗ്രി. അപ്പൊ ആംഗിൾ എക്സ് പ്ലസ് ആംഗിൾ വൈ എന്ന് പറയുന്നത്, ഈ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു 180 വരും. അപ്പൊ അങ്ങനെയാണ് ഇതെന്ന് പറഞ്ഞാൽ എത്ര? 50 അല്ലേ. അപ്പൊ ഇത് 50 കൊടുത്തു. അപ്പൊ അത് ആംഗിൾ വൈ 180 വരും. അപ്പൊ ആംഗിൾ വൈ എന്ന് പറഞ്ഞാൽ വരും മക്കളെ, ഈ 50 നേരെ ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ 180 മൈനസ് 50 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 130 ഡിഗ്രി വരും. അപ്പൊ ഈ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്ര വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 130 ഡിഗ്രി വരും. ഇത് ക്ലിയർ ആയല്ലോ. ഇനി ഇതേപോലെ നമുക്കൊരു എക്സാമ്പിൾസ് ചെയ്യാം. ഇപ്പൊ ഇവിടെ ഒരു ക്വാഡ്രിലാറ്ററൽ നമുക്ക് ഇതുപോലെ തന്നിട്ടുണ്ട്. ഇതിന്റെ സെൻട്രൽ ആംഗിൾ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഈ ഒരു എക്സാമ്പിൾ, ഈ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ 200 ആണെന്ന് വെച്ചോ. ഇവിടെ എ ബി സി ഇത് ജോയിൻ ചെയ്ത് ഡി തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ആംഗിളും ഈ ഒരു ആംഗിളും നമ്മൾ കണ്ടുപിടിക്കും. ഈ ഒരു ആംഗിൾ എങ്ങനെ നമുക്ക് ആംഗിൾ സി എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കാം? ഈ ആംഗിൾ എത്രയാ? ഈ പോയിന്റിൽ നിന്ന് പോകുന്ന സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞാണ് ഈ 200 വരുന്നത്. അപ്പൊ അതിന്റെ നേരെ ഹാഫ് ആയിരിക്കും ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇത് 200 ആണെങ്കിൽ ഇത് എന്തായിരിക്കും? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാം, 100 ആയിരിക്കും. ഇനി ഈ എ ബി സി ഡി എന്ന് പറഞ്ഞ ക്വാഡ്രിലാറ്ററിനകത്ത് ഈ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ ആംഗിളും കൂടെ കൂട്ടുന്നത് എത്രയായിരിക്കും? 180 ആയിരിക്കും, സപ്ലിമെന്ററി ആയിരിക്കും. അപ്പൊ ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ 100 പ്ലസ് ഇതിന് നമുക്ക് y എന്ന് കൊടുത്താൽ y ഈക്വൽ ടു 180 വരും. അപ്പൊ y എന്ന് പറഞ്ഞാൽ എന്ത് വരും? 180 മൈനസ് 100 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 80 ഡിഗ്രി വരും. അപ്പൊ ഈ ഒരു ആംഗിൾ 80 ഡിഗ്രി ആയിരിക്കും. ഇതുപോലെ നമുക്ക് എക്സാമ്പിൾസ് 2-3 ചെയ്ത് നോക്കാം. അപ്പൊ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമ്മൾ നോക്കുക, ഈ വരുന്ന ആംഗിൾ എത്രയാണെന്ന് നോക്കുക, അതിന് നേരെ ഹാഫ് ഇതെടുക്കുക. അപ്പൊ ഈ ഒരു ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ ഇത് എ ബി സി ഡി എന്ന് പറഞ്ഞ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആവുമ്പോൾ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ 100 ആണെങ്കിൽ ഈ ഒരു ആംഗിൾ രണ്ടും കൂടെ കൂട്ടുമ്പോൾ 180 ആയിരിക്കും. അപ്പൊ ഇത് 100 ആണെങ്കിൽ 100ൽ നിന്ന് 180 ഈ 100 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആംഗിൾ വരും. നമ്മുടെ ഒരു അനദർ എക്സാമ്പിളോടെ നമുക്ക് നോക്കാം. ഇവിടെ ഒരു ആംഗിൾ എത്രയാ? 120 ഡിഗ്രി എന്നുണ്ട്. ഈ രണ്ട് ആംഗിൾ ആണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ 120 ആണ്, ഇവിടെ നേരെ നമുക്ക് എന്താ എഴുതാം? ദാറ്റ് ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി ആയിരിക്കും അല്ലെ. ഇനി ഇത് 60 ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? ഈ രണ്ട് ആംഗിൾ കൂട്ടുന്നതിന് നമുക്ക് എക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ആംഗിൾ രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് സപ്ലിമെന്ററി ആയിരിക്കും. അപ്പൊ 60 പ്ലസ് എക്സ് എന്ന് പറയുന്നത് 180 ആയിരിക്കും, 180 ഡിഗ്രി ആയിരിക്കും. അപ്പൊ എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും?
180 മൈനസ് 60 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 120 ഡിഗ്രി വരും. അപ്പൊ നമുക്ക് ഈ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ 120 ഡിഗ്രി വരും. ക്ലിയർ ആയല്ലോ? ഈ അനദർ എക്സാമ്പിൾ നമുക്ക് ഇതേപോലെ നോക്കാം. ഒരു സർക്കിള്, ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളത്, 2-3 ഇങ്ങനെ ഇതുപോലെ നിങ്ങൾ പഠിച്ചാൽ മതി. വളരെ എളുപ്പമായിട്ട് നമുക്ക് ആൻസർ കിട്ടും. നേരെ ഇനി ഈ ഒരു ആംഗിൾ ഞാൻ ഇവിടെ 30 തന്നേക്കണേ. അങ്ങനെയാണെങ്കിൽ ഇത് കണ്ടുപിടിക്കണം, ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ നോക്കി നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കിയേ. ഇത് 30 അല്ലേ? അപ്പൊ ഈ ഒരു ഓൾട്ടർനേറ്റ് ആംഗിൾ എന്ന് വരുമ്പോൾ ഇത് നേരെ എന്ത് വരും? 30ന്റെ ഡബിൾ വരും. അങ്ങനെയാണെങ്കിൽ 30 ഇവിടെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? അപ്പൊ നമുക്ക് അതൊന്നുകൂടി ഒന്ന് പടത്തി വരയ്ക്കാം. അപ്പൊ ഇതൊരു 30 ഡിഗ്രി നമ്മൾ എ ഇ ഡി എന്ന് പേര് കൊടുത്തു. ഇത് 30 ഡിഗ്രി. ഈ ആംഗിൾ അപ്പൊ എത്രയായിരിക്കും? സെയിം ആർക്കിൽ നിന്ന് പോകുന്നതാണോ? ഇത് 30 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി ആയിരിക്കും. നേരെ ഡബിൾ ആയിരിക്കും. അപ്പൊ ഈ സെൻട്രൽ ആംഗിൾ 60 ഡിഗ്രി വരും. ഇനി ഇവിടെ നോക്കിക്കേ, ഈ ആംഗിളും എ ബി സി ഡി എന്ന് പറഞ്ഞ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. അപ്പൊ ഈ ആംഗിൾ 30 ആണെങ്കിൽ ഈ എക്സ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 30 എന്ന് പറയുന്നത് 180 വരും അല്ലെ? 180 വരും. അപ്പൊ ആംഗിൾ എക്സ് അല്ലെങ്കിൽ എക്സ് എന്ന് പറയുന്നത് ഇത് നേരെ ഇപ്പുറത്തേക്ക് പോകും. അപ്പൊ 180 മൈനസ് എത്ര വരും? 30 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 150 ഡിഗ്രി വരും. അപ്പൊ ഈ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ 50 ഡിഗ്രി ആയിരിക്കും നമുക്ക്. അപ്പൊ ഇതുപോലെ ഏത് പ്രോബ്ലം വന്നാലും ഇതുപോലെ നമ്മൾ വരച്ചിട്ട് നേരെ കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ